നമ്മുടെ നാട്ടിൽ നിന്ന് UK-യിലേക്ക് കെയറായിട്ടോ സീനിയർ കെയറായിട്ടോ അതല്ല 6131 സപ്പോർട്ട് വർക്കറായിട്ടോ UK-യിൽ വിസ മേടിച്ചു തരാമെന്നും പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരിച്ചു മേടിക്കാനുള്ള ശ്രമം നടത്തുക. ഇന്ന് അതായത് ഏപ്രിൽ 9 ശേഷം ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് കെയറായിട്ടോ അല്ലെങ്കിൽ സീനിയർ കെയറായിട്ടോ റിക്രൂട്ട്മെന്റ് വിദേശത്ത് നിന്ന് നടത്തണമെങ്കിൽ അവര് ആദ്യം UK-യിൽ അതിന് തക്കതായിട്ടുള്ള സ്റ്റാഫിനെ കിട്ടുമോ എന്നുള്ള ചെക്ക് നടത്തിയിരിക്കണം. അതായത് ഇന്റർനാഷണൽ കാൻഡിഡേറ്റ് ആയിട്ട് UK-യിൽ എത്തി, ഏതെങ്കിലും വിസയിൽ എത്തി, ഇവിടെ ഇപ്പോൾ ജോലിയില്ലാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യം അവസരം കൊടുക്കണം. അവർക്ക് അവസരം കൊടുത്ത് അവരെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ മാത്രമേ ഇപ്പോൾ UK-യിലുള്ള എംപ്ലോയേഴ്സിന് ഇന്ന് തൊട്ട് വിദേശത്ത് നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് കെയറേഴ്സ്, സീനിയർ കെയറേഴ്സ്, സപ്പോർട്ട് വർക്കേഴ്സ് തുടങ്ങിയവരുടെ കാര്യമാണ്. മറ്റ് ജോലികൾക്കൊന്നും ഇത് ബാധകമല്ല. ഈ 3 തസ്തികൾക്ക് മാത്രമാണ് ഇപ്പോൾ UK ഗവൺമെന്റ് മാർക്കറ്റ് ചെക്ക് നിർബന്ധം ആക്കിയിരിക്കുന്നത്. മാർക്കറ്റ് ചെക്ക് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള സ്വദേശികളായിട്ടുള്ള തൊഴിലാളികളെ അല്ല ഉദ്ദേശിക്കുന്നത്. വിദേശത്ത് നിന്ന് ഇവിടെ വിസയിൽ എത്തിയവരുണ്ടെങ്കിൽ അവർക്ക് അവസരം ആദ്യം കൊടുക്കണം എന്നാണ് ഇവിടുത്തെ എംപ്ലോയേഴ്സിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എംപ്ലോയേഴ്സ് എല്ലാം തന്നെ UK-യിൽ അവർക്ക് അനുയോജ്യരായ കാൻഡിഡേറ്റ്സിനെ കിട്ടുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അവർക്ക് കിട്ടിയില്ലെന്നുള്ള പ്രൂഫ് സമർപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഇനി വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് പൈസ മേടിച്ച് വിദേശത്ത് നിന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏജന്റുമാർക്കും തട്ടിപ്പുകാരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്.